ഒരു വീട് വാർത്ത് കഴിഞ്ഞിട്ടോ. ഏകദേശം ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ചെയ്യേണ്ട പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. നമ്മൾ ഇതാദ്യം മുതൽ ഏറ്റവും അവസാനം ചെയ്ത പണിയാണ് ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഏറ്റവും അവസാനം അടിച്ച പലകയൊക്കെ ഇപ്പോൾ ആദ്യം ആയിട്ട് ഇളക്കി വിടുക. ഇപ്പോൾ ഇതിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ്. പണിതേക്കാളും ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു പണിയാണ്. വളരെ ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ഒന്നാമത് ആണിയുണ്ട്, രണ്ടാമത് ഈ തട്ട് പൊളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തട്ടിൻ്റെ കാല് മാറുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ ഈ താഴത്തോട്ട് ഇരിക്കുന്നുണ്ടോ, തട്ടും പലകയും തൂണും ഒക്കെ ഒടിഞ്ഞ് വരുന്നുണ്ടോ എന്നൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പണിയാണ് ഈ പണി എന്ന് പറയുന്നത്. ഇത് മുഴുവൻ ആണി അടിച്ച് ാണ് കൂടുതലും നിൽക്കുന്നത്. അപ്പോൾ ഇത് പിറക്കി താഴത്തോട്ട് ഇട്ട് കഴിഞ്ഞാലും ആ ഭാഗത്തു കൂടെയൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ 6 ഇഞ്ച് വരെയുള്ള ആണികളാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഈ ആണികളൊക്കെ എല്ലാം പണി തീർന്നതിന് ശേഷം ഇവർ പറിച്ചു മാറ്റുള്ളൂ. പിന്നെ ഇവർ ഈ പണി ചെയ്യുന്നതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കാനോ നോക്കാനോ ഒന്നും പാടില്ല. കാരണം എപ്പോഴാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതെല്ലാം അടന്ന് വീഴുന്നു പറയാൻ പറ്റത്തില്ല. ഇവർ വളരെ ശ്രദ്ധിച്ച്, ഇവർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർ വളരെ ശ്രദ്ധിച്ചാണത് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം ഏതൊക്കെ ഭാഗത്തെ പലകൾ, ഏതൊക്കെ ഭാഗത്തെ തൂണുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സിമെൻറ്റിനോട് ചേർത്ത് തന്നെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഷീറ്റിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇരുമ്പ് ഷീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഫ്രെയിമായിട്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇത് കാലൊക്കെ അടിയിൽ ഉറപ്പിച്ച് കുത്തിക്കൊടുത്ത് അതിലേക്കാണല്ലോ ഈ വീടിൻ്റെ മുകൾ വശമൊക്കെ കോൺക്രീറ്റ് പിടിപ്പിക്കുന്നത്. അത് അഴിക്കാൻ വേണ്ടി പെടുന്ന പാടാണ് ഈ കാണുന്നത്. ഇത് ഓരോരോ സ്ഥലത്തുള്ള പലകളും വളരെ ശ്രദ്ധിച്ച് വേണം ഇതിനെ അഴിച്ചെടുക്കാൻ. ആ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുന്ന ഭാവമാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ചേർന്നിരിക്കുന്നതൊക്കെ സിമെൻറ്റ് കുക്കിയായിട്ട് ഒട്ടിപ്പിടിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുവാണ് അവിടെ. അപ്പോൾ ആ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് അവർ പറിച്ച് മാറ്റുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ തൂണയിലൊക്കെ തട്ടുന്നുണ്ടോ എല്ലാം കുറേ ഭാഗങ്ങളെടുത്തു. അതിന് ശേഷം കണ്ടോ അത് മാറി നിന്നിട്ട് ആ തൂണിൻ്റെ കണ്ടോ അത് പൊളിഞ്ഞ് വീഴുന്നുണ്ടോ, ഈ കണ്ട ഭാഗം എല്ലാം പൊളിഞ്ഞ് വീഴുന്നുണ്ടോ. അപ്പോൾ അതുപോലെയാണ് ഓരോരോ ഭാഗങ്ങളായിട്ട് എടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ താഴത്തോട്ട് തട്ടിയിടാൻ പറ്റത്തില്ല. ഇവർക്ക് വീണ്ടും ഇവരുടെ ഈ ജോലിക്കാർക്ക് ഇത് അടുത്ത വീട് അല്ല അടുത്ത കോൺക്രീറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പലകകളും തൂണുകളുമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഒടിഞ്ഞൊക്കെ പോകുന്നതനുസരിച്ച് വേറെ പുതുക്കെ ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. എങ്കിലും ഇതെല്ലാം കൂടി ഒരുമിച്ച് താഴത്തേക്ക് ഇട്ട് ഒടിച്ചു പറിച്ച് കളയാനായിട്ട് ഇവർ തയ്യാറാവില്ല. അടുത്ത പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. മഴ നനയാണ്ട് സൂക്ഷിക്കേണ്ടതാണ്. കൂടുതലായിട്ടും തെങ്ങിൻ്റെയൊക്കെയാണ് ഇതിനകത്ത് കഴുക്കൂര് പോലെയുള്ളതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ബലം കുറഞ്ഞ തടികളൊക്കെയാണ് ആ തട്ട വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പൊളിച്ചതിൻ്റെ അടിവശമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഷീറ്റ് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ഇങ്ങനെയാണ് വീട് വാർത്തതിന് ശേഷം തട്ട് പൊളിക്കുന്നത്.